പ്രതിസന്ധി മറികടക്കാൻ സഹകരണ കൺസോർഷ്യം രൂപീകരിക്കാൻ സർക്കാർ 350 കോടി രൂപ സഹകരണ കൺസോർഷ്യം വഴി സ്വരൂപിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. പുലിമുട്ട് നിർമ്മിച്ച വകയിൽ 400 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന് സർക്കാർ നൽകേണ്ടത്. ആദിൽ പാലോട് ചേരുന്ന വിവരങ്ങളുമായി. ആദിൽ, വിഴിഞ്ഞത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ടു പോകുന്നതിന് വേണ്ടി ഒരു കൺസോർഷ്യം രൂപീകരിച്ച് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കമാണെന്ന് മനസ്സിലാക്കുന്നു. സഹകരണ മേഖലയിലാണ് ഈ കൺസോർഷ്യം രൂപീകരിക്കുക എന്ന് അറിയുന്നു. ഇപ്പോൾ സഹകരണ വകുപ്പ് മന്ത്രി തന്നെ തുറമുഖ വകുപ്പ് കൂടി ഏറ്റെടുത്ത നിലയ്ക്ക് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്? വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അദാനി ഗ്രൂപ്പ് അതിൻ്റെ വഴിക്ക് പണികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ നൽകേണ്ട തുക നൽകാത്തത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പവും തർക്കവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അടിയന്തരമായി 400 കോടി രൂപ അദാനി ഗ്രൂപ്പിന് നൽകേണ്ടതുണ്ട്. പുലിമുട്ട് നിക്ഷേപിക്കുന്നതിൻ്റെ പുലിമുട്ട് നിർമ്മിക്കുന്നതിൻ്റെ തുക നൽകേണ്ടത്, ചെലവ് വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഈ ഇനത്തിൽ 400 കോടി രൂപയാണ് അടിയന്തരമായി നൽകേണ്ടത്. ഇത് വേണം എന്ന് അദാനി ഗ്രൂപ്പ് പല യോഗങ്ങളിലും ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് അടിയന്തരമായി ഇത് കൈമാറാനുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കം നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി തുറമുഖ വകുപ്പ് നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ തന്നെ ആലോചിച്ചിരുന്നതാണ്. സഹകരണ മന്ത്രി കൂടിയായ വി.എൻ. വാസവന് ഈ വകുപ്പ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ സഹകരണ മേഖലയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടുപോക്ക് സാധ്യമാകുമെന്നായിരുന്നു സഹകരണ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിപ്പോൾ പ്രയോഗത്തിൽ വരുന്നു എന്നുള്ളതാണ്. 100 കോടി രൂപ, ഈ 400-ൽ 100 കോടി രൂപ അടിയന്തരമായി ധനവകുപ്പിൽ നിന്ന് നൽകാനുള്ള നിർദ്ദേശമുണ്ട്. അതിനുശേഷം വേണ്ടിവരുന്ന തുക 350 കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കി, സഹകരണ ബാങ്കുകളുടെ നിക്ഷേപത്തിൽ നിന്ന് കൺസോർഷ്യം ഉണ്ടാക്കി അതുവഴി വിതരണം ചെയ്യാൻ അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത്. ഏതായാലും സഹകരണ മന്ത്രി കൂടിയായ വി.എൻ. വാസവന്റെ സാന്നിധ്യം അതിൽ പ്രധാനമാണെന്ന്, ഇടപെടൽ അതിൽ പ്രധാനമാണെന്ന് പറയേണ്ടി വരും. തുറമുഖ വകുപ്പിലെ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിവരെ ഇപ്പോൾ പരിഹരിക്കാൻ പോകുന്നു എന്നതാണ് ശുഭകരമായ വാർത്ത. വിനീത, ശരി, വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ വാർത്ത തന്നെയാണ് അതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സഹകരണ കൺസോർഷ്യം രൂപീകരിക്കാനുള്ള നീക്കം നടക്കുകയാണ്. അദാനി ഗ്രൂപ്പിന് നൽകേണ്ടുന്ന പണം സംബന്ധിച്ച് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പാലോട് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.